കളമശ്ശേരിയിൽ കുസാറ്റ് പരിസരത്തെ ഹോസ്റ്റലുകളിൽ പോലീസിന്റെ മിന്നൽ പരിശോധന. തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തുന്നത്. ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്യാം, കളമശ്ശേരിയിലെ ആ വലിയ കഞ്ചാവ് വേട്ടയ്ക്ക് ശേഷം ഇപ്പോൾ പരിസരത്തെ പ്രദേശങ്ങളിലേക്ക് കൂടി, കോളേജുകളിലേക്ക് കൂടി ഇപ്പോൾ മിന്നൽ പരിശോധന. ഏതെങ്കിലും തരത്തിലുള്ള കഞ്ചാവോ ലഹരി വസ്തുക്കളോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ പോലീസ് സംഘത്തിന്? കളമശ്ശേരിയിൽ ഇപ്പോൾ പോലീസ് മിന്നൽ പരിശോധന നടത്തുകയാണ്. ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മിന്നൽ പരിശോധന നടത്തുന്നത്. ആദ്യം ഹോസ്റ്റലുകളും മറ്റും പരിസര പ്രദേശങ്ങളിലുമൊക്കെ പരിശോധന നടത്തിയ പരിശോധനയിൽ ഒന്ന് രണ്ട് പേരെ കണ്ടെത്താനായെങ്കിലും കഞ്ചാവ് വലിച്ച ഒരാളെ കസ്റ്റഡിയിലെടുത്തു. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് ഒന്നും കണ്ടെത്താനായില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ ഈ HMT ജംഗ്ഷനിലാണ് അവിടെ പരിശോധന നടക്കുന്നത്. ഈ പരിശോധനയിൽ പ്രധാനമായിട്ടും മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളുകളെയും അതോടൊപ്പം തന്നെ മറ്റുമൊക്കെയാണ് നിലവിൽ ഇവിടെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിലുണ്ടായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആണ് ഇത്തരത്തിൽ ഇങ്ങനെയൊരു പരിശോധന നടത്തിയത്. ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള ആളുകളെ നേരത്തെയും പിടിച്ചിട്ടുണ്ടായിരുന്നു. മുമ്പ് ഇത്തരത്തിലൊരു കോമ്പിങ് പോലീസ് നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ ഏകദേശം 300ഓളം കേസുകൾ പോലീസ് തന്നെ എടുത്തിരുന്നു. ഈ ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പെട്ടെന്ന് ഇത്തരത്തിലൊരു മിന്നൽ പരിശോധന ഈ കളമശ്ശേരി മേഖലയിൽ നടത്തിയത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളും മറ്റുമൊക്കെ ആയിട്ട് നടന്ന ഈ കഞ്ചാവ് വേട്ടയും അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇത്തരത്തിലൊരു പരിശോധന. ഇന്ന് ഹോസ്റ്റലുകളിലും മറ്റുമായിട്ട് കുസാറ്റിൻ്റെ പരിസരത്തെ ഹോസ്റ്റലുകളിലും മറ്റുമൊക്കെ ആയിട്ടാണ് ഇത്തരത്തിലൊരു പരിശോധന ആ ഘട്ടത്തിൽ നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിലൊരു പരിശോധന വീണ്ടും പോലീസ് നടത്തുന്നത്. ഇപ്പോൾ ACP ചേരുന്നുണ്ട്. സാർ, ഇത്തരത്തിലൊരു പരിശോധനയിൽ ഇപ്പോൾ എന്തെങ്കിലും തരത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ചെറിയ ക്വാണ്ടിറ്റി കഞ്ചാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഡ്രങ്കൺ ആയിട്ടുള്ള കുറച്ച് അധികം ആളുകൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വ്യാപകമായ രീതിയിൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഈ കളമശ്ശേരിയിൽ ഉണ്ടായതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോഴേക്കും ഒരു പരിശോധന. അത് മാത്രമല്ല ഇത് നമ്മൾ സാധാരണ വീക്കെൻഡിൽ നടത്താറുള്ള ഒരു പരിശോധന കൂടിയാണ്. പക്ഷേ നാർക്കോട്ടിക്സിൻ്റെ ഡിറ്റക്ഷൻ നമ്മൾ കൂടുതൽ പരിഗണന കൊടുക്കുന്നുണ്ടെന്ന് മാത്രം. ഇപ്പോഴത്തെ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന് കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്ന് ഉള്ളത് വസ്തുതയാണ്. ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടത്തിയൊരു കോമ്പിങ്ങിൽ ഏകദേശം 300ലധികം കേസുകളാണ് എടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതും ഒരു പശ്ചാത്തലമാണെന്ന് തോന്നുന്നത്. അല്ലാതെ നമ്മൾ പൊതുവേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നാർക്കോട്ടിക്സിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അത് ജില്ലയിൽ മൊത്തം നമ്മളിവിടെ നമ്മൾ ഹോട്ടലുകളും ലോഡ്ജുകളും ചില ഹോസ്റ്റലുകളും എല്ലാം പരിശോധിച്ചിരുന്നു. അവിടുന്ന് നമുക്ക് ചെറിയ ക്വാണ്ടിറ്റി കഞ്ചാവ് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ വ്യാപക പരിശോധന തുടരുകയാണ്. ഈ കഞ്ചാവ് അത് കിട്ടിയ ആളെ കസ്റ്റഡി എടുക്കുക, അതിൻ്റെ മറ്റ് ഇറോടം എന്തെങ്കിലും എടുത്തിട്ടുണ്ട്. സ്മോൾ ക്വാണ്ടിറ്റിയാണ്. അത് കൂടുതൽ അവർ വിശദമായി ചോദ്യം ചെയ്താൽ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അവരിപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ഈ കളമശ്ശേരിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അവർക്ക് എന്തെങ്കിലും പങ്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതുമായിട്ട് ഒരു പങ്കുമില്ല. കാരണം ഇത് വ്യത്യസ്തമായ സ്ഥലമാണ്, വ്യത്യസ്തമായ സ്ഥാപനങ്ങളുമാണ്. എന്തായാലും പരിശോധന നടക്കുകയാണ്. ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ പെട്ടെന്ന് കളമശ്ശേരി HMT ജംഗ്ഷൻ ഭാഗത്ത് ഇപ്പോൾ മിന്നൽ പരിശോധന നടത്തുന്നത്. മിന്നൽ പരിശോധനയെ ബന്ധപ്പെട്ട് അല്പം മുമ്പ് ഹോസ്റ്റലുകളിൽ മറ്റും പരിശോധന നടത്തിയപ്പോൾ ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലുള്ള കഞ്ചാവാണ് എന്നാണ് ഇപ്പോൾ ACP വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റ് വാഹനങ്ങളിലടക്കം വിശദമായ രീതിയിലൂടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്യാം, കളമശ്ശേരിയിലെ ആ കഞ്ചാവ് വേട്ട നമ്മൾ കണ്ടതാണ്. കൃത്യമായിട്ടുള്ളൊരു മിന്നൽ പരിശോധനയായിരുന്നു. യാതൊരു സൂചന ആർക്കും കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ പോലീസ് വളരെ പണിപ്പെട്ട് അതിസാഹസികമായി നടത്തിയ ഒരു റെയ്ഡായിരുന്നു. ഇതിപ്പോൾ ഇന്ന് ഹോസ്റ്റലിൽ ഇപ്പോൾ നടത്തിയ പരിശോധനയും ആ തരത്തിലുള്ളതായിരുന്നു. എന്തായാലും ചെറിയ അളവിലെങ്കിലും കഞ്ചാവ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നുണ്ടല്ലോ ശ്യാം. തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് കളമശ്ശേരിയിലെ ആ ഒരു കഞ്ചാവ് വേട്ടയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് ഇത്തരത്തിൽ ഈ കുസാറ്റുമായി ബന്ധപ്പെട്ട് ചേർന്ന ഹോസ്റ്റലുകളിലും മറ്റുമൊക്കെ പോലീസ് ഒരു പരിശോധനയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയത്. ആ പരിശോധനയിലാണ് കഞ്ചാവ് നിലവിൽ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ്. പക്ഷേ എങ്കിൽ പോലും ഈ കഞ്ചാവ് എവിടെ നിന്ന് ലഭിച്ചു, അതിൻ്റെ ഉറവിടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അക്കാര്യങ്ങൾ ഒരുപക്ഷെ ഈ പോലീസ് അയാളിൽ നിന്ന് ചോദ്യം ചെയ്ത് അത് കണ്ടെത്തും. ഒരുപക്ഷെ ഇതിൽ കൂടുതൽ മറ്റ് ഇടപാടുകളും മറ്റും നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഇവരുടെ വിൽപ്പന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. അതുൾപ്പെടെ പോലീസ് പരിശോധിക്കും. അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. നിലവിലിപ്പോൾ ഈ ഒരു കഞ്ചാവ് കണ്ടെടുത്തതിന് പിന്നാലെ വാഹനം, അതായത് മദ്യപിച്ച് വാഹനം ഓടിച്ച ആളുകളെയും പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. അത്തരത്തിൽ 3-4 കേസുകൾ നിലവിൽ ഉണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത്തരത്തിലൊരു മിന്നൽ പരിശോധനയിൽ കൂടുതൽ പേർ അതിനകത്ത് ഉൾപ്പെടുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസം നടത്തിയ മിന്നൽ പരിശോധന ഏകദേശം 300ലധികം കേസാണ് പോലീസ് തന്നെ എടുക്കേണ്ടി വന്നത്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ സാധാരണഗതിയിൽ വീക്കെൻഡിൽ കോമ്പിംഗ് നടത്താറുള്ളത്. ആ വീക്കെൻഡിലെ കോമ്പിങ്ങിൽ കഴിഞ്ഞ മാസമാണ് ഇത്രയധികം വലിയൊരു കേസ്
പോലീസിന് എടുക്കേണ്ടി വന്നത്. 300-ലധികം കേസ് പോലീസ് എടുത്തു വന്നതാണ്. ഇക്കുറിയും അത്തരത്തിൽ കേസുകളുടെ എണ്ണമുണ്ട്. ഏകദേശം 5ഓളം വരുന്ന മദ്യപിച്ച് വാഹനം ഓടിച്ച ആളുകൾ ഇപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഹോസ്റ്റലുകളിൽ മറ്റും നടത്തിയ പരിശോധനയിലും ഈ കഞ്ചാവ് ഉൾപ്പെടെയുള്ള കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ കോമ്പിങ് വരും ആഴ്ചകളിലും കൃത്യമായ രീതിയിൽ തുടരും. നർക്കോട്ടിക് അതിനെ തീർച്ചയായിട്ടും തടയിടുന്നതിന്റെ ഭാഗമായിട്ട് ആശങ്കപ്പെടുന്ന സാഹചര്യം തന്നെയാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. ഇപ്പോൾ കളമശ്ശേരിയിലെ ലഹരി വേട്ടയ്ക്ക് പിന്നാലെ ഇപ്പോൾ കുസാറ്റ് പരിസരത്തെ ചില ഹോസ്റ്റലുകളിലൊക്കെ പോലീസിന്റെ മിന്നൽ പരിശോധന നടന്നു. ചെറിയ അളവിലെങ്കിലും അവിടെ നിന്നൊക്കെ കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. അതിൽ പരിശോധന തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് പോലീസ്.